നമസ്കാരം. വെൽക്കം ബാക്ക് ടു കണ്ണ ആൻഡ് മീ. ഞാനിന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു വലിയൊരു രഹസ്യമല്ല ആക്ച്വലി, ആ ഒരു വലിയൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ടാരോട്ട്. അത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതെന്നും അതിനുശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും കുറച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2022 ഫെബ്രുവരി മാസത്തിലാണ് ഞാനിങ്ങനെ ലൈഫിലെ വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് യൂട്യൂബിൽ എനിക്കിങ്ങനെ സജസ്റ്റ് ചെയ്ത് വന്നതാണ് ടാരോട്ട് കാർഡ് റീഡിങ്. എനിക്ക് തോന്നുന്നു എന്തോ ഭാവിയെ പറ്റി അങ്ങനെ എന്തോ ഒരു തമ്മിലായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജ്യോതിഷത്തിലെ വിശ്വാസമില്ല, അങ്ങനെ വലിയ ഈ പറഞ്ഞ പ്രഡിക്ഷൻസിൻ്റെ ഒന്നും ഒരു താല്പര്യമില്ലാത്ത സമയമായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് അതൊന്ന് നോക്കാൻ തോന്നി. നോക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഹൈലി റെസനേറ്റ് ആയി. അതിൽ ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ ആ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ ഒരു പറയുണ്ടായി, നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കുന്നോ അതിലാണ് കാര്യം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, വെറുതെയാണ് ഇതൊക്കെ പറയണേ, ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു ചിന്തയിൽ പോലും നിങ്ങൾ മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ഒരു വെറുതെ ഓക്കെ ഐ ക്ലെയിം ദിസ് പോസിറ്റിവിറ്റി എന്നുള്ള ആ ഒരു ചിന്ത പോലും കൊടുക്കാതെ എങ്ങനെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും എന്നൊരു സെൻറ്റൻസിലാണ് ആ വീഡിയോ അവർ എൻഡ് ചെയ്തത്. അപ്പോൾ എനിക്കും തോന്നി, ഓക്കെ എന്ന് ഈ പറയണേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്നും ക്ലെയിം ചെയ്യാം, എന്താ സംഭവിക്കണേന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാനത് ചെയ്തു വിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിൽ ആകെ ഒത്തിരി പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആകെ ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. വൈ മീന്ന് ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു ലോഡാണ് കൃഷ്ണ. കൃഷ്ണൻ്റെ അടുത്ത് എപ്പോഴും പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട്, പിന്നെ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിച്ച് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി ലൈഫ് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. പക്ഷെ പല പല സിറ്റുവേഷൻസ് ഇങ്ങനെ നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ നോക്കുന്നു അത്രയും നമ്മൾ ബാക്കോട്ട് വലിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ഞാനത് അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കായിരുന്നു. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫുൾ ഓഫ് പ്രോബ്ലംസ് ആണ്, ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ലൈഫ് എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ചിന്ത രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനിത് ക്ലെയിം ചെയ്തു. പിറ്റേ ദിവസം മുതൽ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം സംഭവിച്ചു. അപ്പോൾ എനിക്കൊരു കണക്ട് തോന്നി. അത് കഴിഞ്ഞ് ഒരു നവംബറിൽ പറഞ്ഞൊരു കാര്യവും, അന്നൊരു ഫെബ്രുവരി മന്ത് ആയിരുന്നു, നവംബറിൽ ഒരു കാര്യം പറഞ്ഞു. മെയിനായിട്ട് എൻ്റെ സാലറിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ നവംബറിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇത് മാറുമെന്ന് അറിയാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്കിതിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വന്നത്. അങ്ങനെ ആദ്യം ഞാനൊരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പം അത് കുറേ റെക്കോർഡഡ് സെഷൻസ് ആയിരുന്നു. കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അങ്ങനെ അത് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ടാരോട്ടിൻ്റെ പുറകെ കുറേ റിസർച്ച് ചെയ്തു, കുറേ കാര്യങ്ങൾ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തു. ലാസ്റ്റ് എനിക്ക് ഈ കാർഡ്സിനോട് ഒരു കണക്ട് വന്നു. എനിക്ക് ഒത്തിരി ഗുരുക്കന്മാരുണ്ട്, അവരെല്ലാവരും ഗൈഡ് ചെയ്തു. അങ്ങനെ പയ്യെ ഞാൻ ഡെയിലി ടാരോട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ടാരോട്ടിൻ്റെ അടുത്ത് ഗൈഡൻസ് എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്തായാലും ആ സിറ്റുവേഷൻ എന്താണ് എന്നിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയി തുടങ്ങി. എൻ്റെ പാത്തിൽ അതായത് ലൈഫിൻ്റെ ആ ഒരു ജേർണിയിൽ ആ ക്ലാരിറ്റി വന്നു തുടങ്ങി. നമ്മൾ ഓരോ സിറ്റുവേഷനിലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ തോട്ട് പ്രോസസ്സും
ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. പയ്യെ പയ്യെ ലൈഫ് ബെറ്റർ ആവാൻ തുടങ്ങി. സിറ്റുവേഷൻസ് പലതും നെഗറ്റീവ് ആയിരുന്നതെല്ലാം അനലൈസ് ചെയ്യാനും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുക്കാനും അതുവഴി അത് നമ്മൾ ഓവർകം ചെയ്യാന്നല്ല അതിനെ പറയുക, അത് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ വീണ്ടും ഒരു ലൂപ്പിൽ പെട്ടുപോവാതെ അവിടെ നിന്ന് എനിക്ക് എൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ, എനിക്ക് എൻ്റെ തോട്ടിനെയും അല്ലെങ്കിൽ എൻ്റെ സമാധാനത്തിനെയും എൻ്റെ ലൈഫിനെയും ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് എൻ്റെ ചെയ്ത് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്ന് ഫ്രഷ് ആയിട്ട് ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കറേജും അത് ചെയ്തപ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷനും ആ ഒരു സംതൃപ്തിയും പിന്നെ ശേഷം ലൈഫിനോടുള്ള വ്യൂ തന്നെ മാറി തുടങ്ങി. അങ്ങനെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് ടാരോട്ട് വഴിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ സ്റ്റക്ക് ആണെങ്കിൽ, ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്കൊരു ഗൈഡൻസ് എടുക്കാം. ഒരു നല്ലൊരു റീഡറിൻ്റെ നിന്ന് നമ്മൾ ആ സിറ്റുവേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ആ റീഡർ അല്ല അവിടെ നമ്മളെ ഗൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി വൈസാണ് ഇതിൻ്റെ റീഡിങ് നടക്കുന്നത്. അതായത് നമ്മൾ കാർഡ്സ് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റ് ആവും. ആ എനർജി വെച്ചിട്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ടാരോട്ട് ഗൈഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണതെന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അവിടെ നിന്ന് നമ്മൾ അതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സിറ്റുവേഷൻ പതുക്കെ ഇമ്പ്രൂവ് ആവാനും ആ ഫേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ ലൈഫിൻ്റെ അടുത്തൊരു ജേർണിയിലോട്ട്, അടുത്തൊരു പാത്തിലോട്ട് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓരോ ദിവസവും ആസ്വദിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കും. നമ്മളെ പറ്റിയുള്ള സെൽഫായിട്ട് നമ്മൾ പറയുന്ന നെഗറ്റിവിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. ഈ ലോകത്ത് മറ്റാരും ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മളെ അത്ര ഇഷ്ടത്തോടെ ലൈഫ് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ലൈഫിനെ ഒരു ജേർണി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു കാറിൽ നമ്മൾ ഒരു യാത്ര പോവുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റേഡിയോ വെച്ചിട്ടുണ്ട്. റേഡിയോ ഫ്രീക്വൻസിയിൽ നമുക്ക് ഒരു FM-ൻ്റെ പാട്ട് കേട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും നമ്മൾ ചാനൽ മാറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ചാനൽ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ടോ നമുക്ക് കിട്ടുകയും നമ്മൾ പിന്നീട് അത് കേട്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഫിനാൻസിലോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ സ്റ്റഡീസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി അല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഫ്രീക്വൻസി മാറ്റണം. ഫ്രീക്വൻസി ഇൻ ദ സെൻസ് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ഫ്രീക്വൻസി നിശ്ചയിക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തോട്ട്സും അതനുസരിച്ച് നെഗറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തോട്ടിലും നമ്മളിലും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പയ്യെ പയ്യെ നമ്മുടെ ചിന്തകൾ മാറും. നമ്മളുടെ ചിന്തകൾ മാറുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ആ ഒരു ഫ്രീക്വൻസി മാറും. അതുവഴി നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസും മാറിക്കിട്ടും. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മുടെ ജോബ് ലോസ് ആയിരിക്കാൻ സംഭവിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അതൊരു നെഗറ്റീവ് സെനാരിയോ ആണെങ്കിലും ആക്ച്വലി അത് നമുക്ക് നല്ലതായിട്ടുള്ളത് കൊണ്ടാണ് അത് അവിടെ സംഭവിച്ചത്. നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ കൊളീഗ്സും വർക്ക് എൻവിറോൺമെൻറ്റും ഒക്കെ നമ്മൾക്ക് പറ്റിയതായിരിക്കും. നമ്മളുടെ ആ ഒരു ഫ്രീക്വൻസി മാറിയതനുസരിച്ച് നമ്മളുടെ കറണ്ട് ഫ്രീക്വൻസിയിൽ അലൈൻഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ട ജോബിനെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നോക്കി നമുക്ക് നമ്മുടെ ലൈഫ് പയ്യെ പയ്യെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ ഓരോ തവണ ഓരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ ഗൈഡൻസ് എടുത്തു
ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. പിന്നീട് ടാരോട്ട് എനിക്ക് മനസ്സിലായി വന്നപ്പോൾ, അത് മനസ്സിലാവാന്നല്ല അതിനെ പറയാ, അത് കണക്റ്റായി വന്നപ്പോൾ എനിക്ക് സ്വയം മനസ്സിലാക്കാനും എൻ്റെ ലൈഫ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനും ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ് ആദ്യം പറഞ്ഞത്. സിസ്റ്ററിനും ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്കൊക്കെ എനിക്കത് ചെയ്തു കൊടുക്കാനും അങ്ങനെ ഒത്തിരി നല്ല നല്ല ന്യൂസ് എനിക്ക് കേൾക്കാൻ പറ്റി. ഒരിക്കലും നമ്മുടെ കഴിവല്ല ഇത് ആ ഒരു പ്രപഞ്ചശക്തി നമുക്ക് തരുന്ന ഗൈഡൻസ് ആണ്. ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാം. പണ്ട് ഞാൻ ഇതൊന്നും അത്ര വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സിഗ്നൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ടാരോട്ട് ഒരു മീഡിയമാണ്, അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും, റിപ്പീറ്റിംഗ് നമ്പേഴ്സിന്ന് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിന്ന് ഈവൻ റെയിൻബോയിന്ന് നമ്മൾക്ക് വേണ്ട ആ സിറ്റുവേഷന് വേണ്ട ഗൈഡൻസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പ്രകൃതി നമുക്ക് ആ സയൻസ് കാണിച്ചു തരും. നമ്മളിപ്പോ ഒരു കാറ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാങ്ങിക്കാറാവുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതെല്ലാം നമ്മൾ പുറത്തിറങ്ങി കാണുമ്പോൾ നമ്മൾ കാണുന്ന മിക്ക വണ്ടികളും നമ്മൾ ഉദ്ദേശിച്ച ആ ബ്രാൻഡിന്റെ കാറായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവെയറായിട്ട് ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആവും, ഈസി ആവും. നമ്മളുടെ തോട്ട് പ്രോസസ്സ് മാറും. നമ്മളുടെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, എപ്പോഴും ഹാപ്പി ആയിട്ടും ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് സാധ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ടൂൾസ് ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫും കുറച്ച് എനിക്ക് അറിയാവുന്നവരുടെ ലൈഫിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റിയപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. 2-3 മാസം മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു എന്താ പറയാ, അത് ചില സമയത്ത് എനിക്ക് അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് വേണം. കാരണം ഞാൻ വഴി കുറച്ച് പേർക്ക് എനിക്ക് ടാരോട്ടിന്റെ ആ ഗൈഡൻസ് പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ ലൈഫിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അതിൽ എനിക്കും ഒരു പാർട്ടാവാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. എനിക്കും എന്നും സന്തോഷവും സമാധാനവും ഒരു സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമായിരിക്കും അത് എന്നുള്ള ഉറപ്പിലാണ് ഞാനിപ്പോൾ ഇന്നു മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ ഒപ്പം വേണം. ഇതെല്ലാം എനർജി റിലേറ്റഡ് ആയിട്ടാണ്. എൻ്റെ ആ ഒരു വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രീക്വൻസിയിൽ എൻ്റെ എനർജിയിൽ കണക്റ്റ് ആവുന്നവരായിരിക്കും ഈ വീഡിയോസ് കാണുക. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എൻ്റെ വീഡിയോസ് അവരിലേക്ക് അത് എത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡൻസ് റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ജീവിതവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.